ചോക്കിൽ പിടിച്ച് കിടക്കുക. Look at that thing, guys. An unusual flower ആണ്. The troubles that we have to go through when you don't have. Hello guys. നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തോട്ട് പോവുകയാണ്. എന്തോ പറയാനാണ് ഗൈസ്. ഒരു ടൗണായ എല്ലാ ഫെസിലിറ്റീസും വേണം. അതിന് പകരം ചുമ്മാ ആളെ പറ്റിക്കാൻ വേണ്ടി ഓരോ സ്കീമാണ്. കൗൺസിൽ ടാക്സ് മേടിക്കുന്നതിന് ഒരു കുറവുമില്ല. അതെ ഗൈസ്, ഈ വലിയ ടൗണായിട്ടൊരു പോസ്റ്റ് ഓഫീസ് ഇല്ലാത്തത് വളരെ പത്തറ്റിക് സിറ്റുവേഷനാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള വില്ലേജിൽ പോകേണ്ടതായിട്ട് വന്നു ഒരു സാധനം പോസ്റ്റ് ചെയ്യാൻ. സോ കോൾഡ് കൗൺസിൽ മെമ്പേഴ്സ് അവർക്കതൊരു ആവശ്യമായിട്ട് തോന്നിയില്ലത്. റീസെൻ്റ്ലി ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ക്ലോസ് ഡൗൺ ചെയ്തു. അതിൻ്റെ അകത്തായിരുന്നു പോസ്റ്റ് ഓഫീസ്. ദേ ഷുഡ് ഹാവ് ഡൺ ദ ഡ്യൂ ഡെലിജൻസ് ഓഫ് അറേഞ്ചിങ് ആൻ ഓൾട്ടർനേറ്റ് ഫോർ ഇറ്റ്. പക്ഷെ അതിന് പകരം അവർ decided that the town doesn't have any post office at all. എന്തൊരു കഷ്ടമാണെന്നൊക്കെയാണ്. ഇത് മര്യാദയല്ലേ? സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ബട്ട് they don't give a damn. So anyways, അതുകൊണ്ട് നമുക്ക് ഒരു സാധനം പോസ്റ്റ് ചെയ്യാൻ നമ്മൾ അടുത്ത വില്ലേജിൽ പോകണം ഗൈസ്. അതാണ് ഇന്നത്തെ സിനാരിയോ. നമ്മൾ ട്രെയിനൊക്കെ കയറി ഗൈസ്. We're just reminded there's nothing wrong with this service. We're just waiting for a passenger coming over from the Didcot service. There's a long way to go over them platforms, and once we should be on our way very shortly. Train announcement. This is a Great Western Railway service to... Where we going? കുക്കമ്പലെത്തി ഗൈസ്. Get down ചെയ്യണം, find a post office and roam around Kukkam for a while until my next train comes back. ലെവൽ ക്രോസിംഗ് പൊങ്ങി ഗൈസ് ട്രെയിൻ അങ്ങോട്ട് പോയപ്പോൾ. വെരി സ്മോൾ സ്റ്റേഷൻ. ഒരു പാളയേ ഉള്ളൂ, ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങി വി ആർ ഹെഡിങ് ടു അല്ല, പോസ്റ്റ് ഓഫീസ് അവിടെ തപ്പണം. അപ്പാരൻ്റ്ലി എപ്പോഴേ കണ്ട ലെവൽ ക്രോസിങ് നമ്മൾ കടന്ന് വേണം പോസ്റ്റ് ഓഫീസുള്ള സൈഡിലോട്ട് പോകാൻ. ദ ട്രബിൾസ് ദാറ്റ് വി ഹാവ് ടു ഗോ ത്രൂ വെൻ യു ഡോണ്ട് ഹാവ് എ പോസ്റ്റ് ഓഫീസ് ആൻഡ് യു വാണ്ട് ടു സെൻഡ് എ പാഴ്സൽ. സാഡ്, സോ സാഡ്. നൈസ് ബ്യൂട്ടിഫുൾ വില്ലേജാണ് ഗൈസ് ഇത്. കുഞ്ഞി വീടുകളും പഴയ ഓൾഡ് ഫാഷനിലുള്ള വീടുകളൊക്കെയാണ്. ഇത് വൺ സൈഡ് ഓഫ് ദ ടൗൺ ആണ്. വേറൊരു സൈഡുണ്ട്, ഇറ്റ്സ് ഈവൻ ഓൾഡർ. പഴയ ഓൾഡ് റോഡ്സും പിന്നെ കുറേ പബ്ബും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പം തേംസ് റിവറും യോട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. കുറച്ച് റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൻഡ് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫാമിലീസ് വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. 4 പീസ്. യെസ്, ഇതാണ് ഗൈസ് കുക്കം പോസ്റ്റ് ഓഫീസ്. ഒരു കുഞ്ഞ് കൺവീനിയൻസ് ഷോപ്പിൻ്റെ അകത്താണ് പോസ്റ്റിംഗ് കഴിഞ്ഞ് ഗൈസ്. ആ കുഞ്ഞു പോസ്റ്റ് ഓഫീസിൽ നമ്മൾ കുഞ്ഞു പാഴ്സൽ പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു. ഇനിയും കുക്കാമിൻ്റെ മറ്റേ സൈഡിലോട്ട് ഒന്ന് നടന്നിട്ട് വരാം. വീണ്ടും ലെവൽ ക്രോസിങ് കിടക്കുകയാണ് ഗൈസ്. കുഞ്ഞി ബുട്ടീക്ക് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പം ടൗൺ മാറിയൊരു ആക്ച്വൽ വില്ലേജ് പോലെ തന്നെയാവും. അവിടെയും കുറച്ച് കടകളും പബ്ബുകളും ഉണ്ട്. നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ പോകുന്നതായിരിക്കും. റോഡിൻ്റെ അവസ്ഥ
ഭയങ്കര കുഞ്ഞതാണ്. കാലത്തിനനുസരിച്ച് സ്ഥലം വളർന്നില്ല. വണ്ടികളെല്ലാം വലുതായി, വഴി അപ്പോഴും ചെറുതായിട്ട് തന്നെ നിൽക്കുക. ഭയങ്കരമായ ഓൾഡ് ബിൽഡിങ്സും ഭിത്തികളും കോമ്പൗണ്ട് വാളുകളും ഒക്കെയാണ്. അവരെ they didn't bother to develop it as a big road, I guess. കുക്കാമിനെ കുറിച്ച് നമ്മുടെ ലാസ്റ്റ് കിങ്ഡം എന്ന് പറഞ്ഞ സീരീസിലുണ്ട് കുക്കാം. പച്ച എന്തോന്ന് ഗൈസ്. പച്ച പേരക്ക കഴിക്കുന്നവരുണ്ട്. സോ ഹാർഡ്. കളഞ്ഞേക്കാം. ഹൈവേയുടെ നടുക്കൂടെ നടക്കുകയാണ് ഗൈസ്. പുതിയ ഹൈവേ അപ്പുറത്തൂടെ ഉള്ളതുകൊണ്ട് ഇതവർ കളഞ്ഞിട്ടില്ല. സോ നമ്മൾ വഴി കൂടെ നടക്കുന്നു. ഇനിയും കുറച്ച് ദൂരം കൂടെ ചെല്ലുമ്പം വീണ്ടും ബാക്ക് ടു ടൗൺ. അതിൻ്റെ നടുക്ക് സ്പേസിൽ ഇങ്ങനെ വീടുകളും ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് ഗൈസ്. പബ് കൾച്ചർ ഇവിടെ ഭയങ്കര അനിവാര്യമാണ്. ഏതൊരു ചെറിയ വില്ലേജ് ആണെങ്കിൽ പോലും പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ കൾച്ചർ. അതുകൊണ്ട് despite being a small village, far too many pubs ആണ് ഗൈസ് ഇവിടെ. പിന്നെ സമ്മറും കൂടെ ആയതുകൊണ്ട് everybody is chilling outside, enjoying themselves. As usual ഒരു വാർ മെമ്മോറിയൽ ഇവിടെയുണ്ട്. മാർലോ എന്ന വില്ലേജിൽ നിന്നും യുദ്ധത്തിൽ ധീരമരണം കൈവരിച്ച ആൾക്കാരുടെ ലിസ്റ്റാണ് ഗൈസ്. വേൾഡ് വാർ 1 വേൾഡ് വാർ 2. പഴയ ബിൽഡിങ്ങാണ് ഗൈസ്. അതൊരു ഹോട്ടലാക്കി മാറ്റിയിരിക്കുകയാണ്. സ്പൈസ് മർച്ചൻറ്റ്. ഇങ്ങനെ നമ്മൾ വഴി റോഡ് സൈഡിൽ കൂടെ നടക്കുന്ന എല്ലാം വെരി ഓൾഡ് ബിൽഡിങ്സ്. അതെ ഗൈസ്, ഇവിടെയും ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, മാലിക്സ് ഇന്ത്യൻ കുസിൻ. ഇതൊരു തായ് കടയാണ്. തായ് കട എന്ന് പറഞ്ഞാൽ തായ് മസാജ് അല്ല, തായ്ലൻഡ് ഫുഡ് കിട്ടുന്ന ഹോട്ടലാണ്. ഷോപ്പുകളുണ്ട്. പബ്ബാണ് ഗൈസ് ഇവിടുത്തെ. വെരി ഓൾഡ്. നമ്മളത് കഴിഞ്ഞ് മുന്നോട്ട് ഗോയിങ് ടു ആൻ ഓൾഡ് ചർച്ച്. സേസ് ടു ബി ദ 11th century ചർച്ച്. ഓപ്പൺ ആണോ എന്നറിയില്ല. ബട്ട് എനിവേസ് അവിടം വരെ വാക്ക് ചെയ്തിട്ട് വിൽ ഗോ ബാക്ക്. സമ്മറായതുകൊണ്ട് എല്ലാവരും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ചെറിയ കിളിവാതിലുകളൊക്കെ ഉണ്ട് ഗൈസ് ഡോറിന്. പഴയ നമ്മളെ ഇംഗ്ലീഷ് പ്രീ ഹിസ്റ്റോറിക് സീരീസിനകത്തൊക്കെ കാണുന്ന പോലെ അങ്ങനെ എല്ലാം ഉണ്ട്. എന്താ പഴയ ബിൽഡിങ്ങാണ്. സോ കൂൾ. ആ ഡോറിന് തന്നെ ഭയങ്കര ഒരു പ്രൗഡിയാണ് ഗൈസ്. നൈസ്. നമ്മളിവിടുത്തെ 11th century ചർച്ചിൽ വന്നിരിക്കുകയാണ്. ഹോളി ട്രിനിറ്റി ചർച്ച്, കുക്കാം ഓൺ തേംസ്. അപ്പോൾ നമുക്ക് ചർച്ചിലോട്ട് പോയി നോക്കാം. കുഞ്ഞു കുഞ്ഞു ശവകുടീരങ്ങളെ. ശവകുടീരങ്ങളിങ്ങനെ ഗാർഡൻ സ്പേസിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നു. ആസ് എനി ചർച്ച് ഇൻ ആൻഡ് അറൗണ്ട് UK. എവിടെയൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ചർച്ചും ഉണ്ടായിരുന്നു. അവിടുത്തെ എല്ലാം ഗാർഡനിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് അവിടുത്തെ സെമിത്തേരി. അതാണ് ചർച്ചിൻ്റെ ഒരു ജനറൽ ആർക്കിടെക്ചർ. അങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഒരു പെക്യൂലിയർ ഫ്ലവർ നമ്മളിവിടെ കണ്ടു ഗൈസ്. ഒരു അൺയൂഷ്വൽ ഫ്ലവറാണ്. നമ്മളങ്ങനെ വേറൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. കൊള്ളാം, പെക്യൂലിയർ ആയിട്ടിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ
11th സെഞ്ച്വറി ചർച്ചിൻ്റെ അകം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഒന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. ഓപ്പൺഡായിരുന്നു ഗൈസ്. ഇറ്റ് വാസ് ഓപ്പൺഡ്. നമുക്കൊന്ന് കയറി നോക്കാം, ഏതായാലും വന്നതല്ലേ. ഓ സ്പൂക്കി. സോ ഓൾഡ്. കണ്ടാലേ അറിയാം ഓൾഡ് ചർച്ചാണ്. 11th സെഞ്ച്വറി ചർച്ച്. അബ്സല്യൂട്ട് സൈലൻസ് ആണ് ഗൈസ്. ആ ഒരു എനർജി തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് വന്നകത്ത് കയറുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. സ്പിരിച്വലി പറഞ്ഞാൽ അതൊരു എനർജിയാണ്. ടെക്നിക്കലി അല്ലേ, ഇൻ അതർ ടേംസ് പറഞ്ഞാൽ അത് ആ ഒരു ആർക്കിടെക്ചറും അതിൻ്റെ ആ ഒരു ദ വേ ദേ ഹാവ് ബിൽഡ് ഇറ്റ് ടു കണ്ടെയ്ൻ ദാറ്റ് പോസിറ്റീവ് എനർജി. അതാണ് ആ ഒരു ബിൽഡിങ്, ആ ഒരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഗുണമാണ് ഗൈസ്. നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യും വെൻ വി എൻ്റർ ഇൻ ടു സച്ച് എന്തോ അതിന് പറയുന്നത് ക്രിയേഷൻസ്. സ്റ്റിൽ ഫങ്ഷനിങ് ആണ് ഈ ചർച്ച്. 11th സെഞ്ച്വറി എന്ന് പറയുമ്പം I don't know what is it, nearly 1000 years ആണോ? നിയർലി 1000 years. 2100 ആകുമ്പം 1000 years ആവും അല്ലേ? 11th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ 1100 അല്ലേ? ഐ തിങ്ക് സോ. കറക്റ്റ് ചെയ്യ് ഗൈസ്. ഞാൻ തെറ്റാണെങ്കിൽ പ്ലീസ് കറക്റ്റ് മീ ഇൻ കമൻറ്റ്സ്. ക്രോഷ്യ വർക്കാണ് ഗൈസ് ഇതൊക്കെ. ഇതിവിടെ എല്ലാവരും പള്ളികളിലും പോസ്റ്റ് ഓഫീസിൻ്റെ ഈ ലെറ്റർ ബോക്സിലും ഒക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. ഇറ്റ് ഈസ് ക്യൂട്ട്. നോർമൽ ഗ്ലാസ് വർക്ക്. ചർച്ച് നമ്മൾ തുറന്ന് നമ്മൾ അടച്ചിട്ടേച്ച് വേണം പോകാൻ. സോ ക്ലോസ് ചെയ്തു. നൗ വി ആർ ഹെഡിങ് ഔട്ട് ഗൈസ്. ചർച്ചിൻ്റെ ബിഹൈൻഡിൽ പോകാൻ പറ്റുമോ നോക്കിയിട്ട് നമുക്ക് പോകാം. ലുക്ക് അറ്റ് ദാറ്റ് തിങ് ഗൈസ്. അതെന്തുവാന്ന് മനസ്സിലായോ? ക്ലോക്കൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള സാധനമാണ്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ രാജസ്ഥാനിലുമൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ സാധനം ഉണ്ടല്ലോ, മറന്നുപോയി ഞാൻ എൻ്റെ പേര്. ബേസിക്കലി നമ്മുടെ സൂര്യൻ വരുന്നതനുസരിച്ച് ഷാഡോ അതേ പതിക്കുക. ആ ഷാഡോ വെച്ച് സമയം നോക്കുന്ന ടൈം ഉണ്ടായിരുന്നു ആക്ച്വൽ ക്ലോക്ക് കണ്ടുപിടിക്കുന്നതിന് മുന്നേ. അതാണ് ആ സാധനം. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ദിസ് റിയലി എന്തോ അതിന് പറയാ പേര്, അതിനൊരു അപ്പാരറ്റസ് ആണ് അതിൻ്റെ പേര്, ഞാൻ മറന്നുപോയി. എന്താണേലും ദാറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് റിയലി 11th സെഞ്ച്വറി ചർച്ച് ഓർ ഈവൻ ഓൾഡർ. ക്ലോക്ക് വരുന്നതിന് മുന്നേ ഉള്ള മെക്കാനിസം ആയിരുന്നു കേസ്. അത് എന്താണെന്നറിയില്ല ഗൈസ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ചർച്ച് അതിൻ്റെ ആ ഒരു ചുറ്റുപറ്റുമുള്ള സ്ഥലങ്ങളിലും വരുമ്പോൾ നമുക്കൊരു എന്തോ ഒരു എനർജി. അത് എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. പ്രോബ്ലി ആ ഒരു സൈലൻസും ആ ഒരു ഗ്രീനറിയും ആ ഒരു കാമിങ് എൻവയോൺമെൻറ്റും കൊണ്ടാവാം. ബട്ട് യു ഫീൽ അറ്റ് പീസ് whenever you are around such constructions. No idea. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയുക. എനിക്ക് ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട്. പറ്റിയ അപ്പോൾ നമ്മൾ ചർച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇതിൻ്റെ ബാക്കിലൊരു വാക്ക് വേ ഉണ്ടായിരുന്നു. ആ വാക്ക് വേയിലൂടെ കടന്ന് വഴിയിലെത്തുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പോവുകയാണ് കേസ്. വഴിയിലെത്തിയാൽ മോസ്റ്റ് ലൈക്ക്ലി നമ്മൾ തേംസ് റിവറിൻ്റെ സൈഡിലായിരിക്കും. അപ്പോൾ അവിടെ ബോട്ടൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ലെറ്റ് മി സീ ഇഫ് ഐ ക്യാൻ ഗെറ്റ് ദേർ. യാ, മൈക്കിൾ ഈസ് സ്ലീപ്പിംഗ്. മൈക്കിൾ ഉറങ്ങുന്നതുകൊണ്ടാണ് നമുക്കിത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് ഹാർഡ്.
പറ്റും, അവനും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. ബട്ട് ദെൻ അഗെയിൻ നമുക്ക് എഫേർട്ട് കൂടുതലായിരിക്കും ഗൈസ്. എൻ്റെ ഊഹം തെറ്റിയില്ല. നമ്മൾ തേംസ് റിവറിൻ്റെ സൈഡിൽ തന്നെ വന്നു. ആസ് യു ക്യാൻ സി ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. റിവർ സൈഡാണ്. നമ്മൾ ആ ഡയറക്ഷൻ കുറച്ച് നടന്നിട്ട് വരാം. ഹെൻലി അപ്പോൺ തേംസിൽ പോയപ്പോൾ ഉള്ള പോലെ തന്നെ ബോട്ടുകളൊക്കെ ഇങ്ങനെ റിവർ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും റിലാക്സ് ചെയ്യുകയാണ് ഗൈസ്. ഇതൊരു സ്ഥിരം കാഴ്ചയാണ് ഗൈസ്. സമ്മർ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ റിവർ സൈഡിൽ വന്നിരുന്ന് റിലാക്സ് ചെയ്യുന്നത്. അത് ഇവർക്ക് മച്ച് നീഡഡാണ്. പിന്നെ ബോട്ടുള്ളവർ ഇങ്ങനെ ബോട്ടെടുത്ത് ബോട്ടെ താമസിച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് നടക്കും. ഇതാണ് ഗൈസ് ചെയ്യുന്നത്. തേംസ് റിവറിൻ്റെ റിവർ സൈഡിലാണ്. മൈക്കിളിസ് സ്ലീപ്പ്. അതുകൊണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. ഒരുപാട് ഷിപ്പ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഷിപ്പല്ല, ബോട്ട്. അതിൻ്റെ മേളിൽ കൂടെ പോകുന്ന റോഡാണ്. ഹൈവേക്കും ബോണൻറ്റിനും ഒക്കെ പോകുന്ന റോഡ്. നമ്മളതിലെ ബസ്സിൽ പോയിട്ടുള്ളൂ. റിവർ സൈഡ് കോട്ടേജസ് ഒക്കെയാണ്. നമ്മൾ നടന്നതാണ് ഈ പാലത്തിൻ്റെ അടിയിലാണ് വന്നത്. എൻ്റെ കർത്താവേ, പണി പാളൂ. ഇനി എങ്ങനെയാണോ പാളി ഗൈസ്. നമ്മളിപ്പോൾ പാലത്തിൻ്റെ അടിയിലാണ് വന്നത്. മേളിൽ കൂടെ ബസ് പോകുന്നതാണ്. ഓക്കോഷ്, ഇതിപ്പോൾ ഇതെങ്ങനെയാണ് അപ്പുറത്തോട്ട്? കറക്റ്റാണ് ഗൈസ്, വഴി കറക്റ്റാണ്. ഇറ്റ് ഈസ് റൈറ്റ്. അപ്പാരൻ്റ്ലി ഫുട്പാത്ത് ആ ഹോട്ടലിൻ്റെ അകത്തൂടെയാണ് ഗൈസ്. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇവിടെ ബോട്ട് ഇറങ്ങുകയാണ് ഗൈസ്, വെയിലുള്ളതുകൊണ്ട്. സോ ദേ ആർ എൻജോയിങ് സൺ. നടന്ന് നമ്മൾ ഇപ്പുറത്തെങ്ങാണ്ട് വന്നു. അപ്പോൾ തോണ്ട കിടക്കുന്ന വഴി സൈഡിൽ ചുക്കിലി അടിച്ച റോൾസ് റോയ്സ് ഗൈസ്. സങ്കടകരം. സോ സാഡ് കണ്ടിട്ട്. സിൽവർ ഷാഡോ റോൾസ് റോയ്സ് ആണ് ഗൈസ്. ഇത് ഒറിജിനൽ റോൾസ് റോയ്സ്. ചുക്കിലി പിടിച്ച് കിടക്കുകയാണ്. കാർ സീറ്റും ഒക്കെ ഉണ്ട്. ഇതാരാണാവോ ഇങ്ങനെ കൊണ്ടിട്ടത്? സോ സാഡ്. ഇത് ആരുടെയാണെന്നറിയില്ല ഗൈസ്. നല്ല കിടിലൻ വണ്ടി. ചോക്കിലി പിടിച്ച് കിടക്കുക. ആ കാർ കിടില വരുന്നത്. സിൽവർ ഷാഡോ, സിൽവർ സ്റ്റോൺ. പക്ഷെ എന്നാ വണ്ടി അത്, കിടില റോൾസ് റോയ്സ്. അത് ആർക്കും ഇല്ലാതെ അവിടെ ചുമ്മാതെ കിടക്കുക. അതിനകത്ത് കാർ സീറ്റും ബോക്സും എല്ലാം വെച്ചിട്ടുണ്ട്. അതാരാണോ അതങ്ങനെ ഇട്ടേച്ച് പോയത്. ടയറും എല്ലാം പഞ്ചറായി ചുക്കിലി അടിച്ചവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി കണ്ടിട്ട്. ബട്ട് വണ്ടി ഫസ്റ്റ് ക്ലാസ്. അതൊന്ന് പൊടി തട്ടി വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ കിട്ടില്ല. നല്ല റീസെയിൽ വാല്യൂ കിട്ടിയത്. ഓഫ് ഹിസ്റ്ററി. Tarry stone at which spots were held before 1506. It's an ancient site. Of history, I guess. So, like I said, ഇതൊരു പുരാതനമായിട്ടുള്ളൊരു വില്ലേജാണ്. പല ഈ ലാസ്റ്റ് കിങ്ഡം സീരീസിനകത്തൊക്കെ ഇതിന് ഈ സിറ്റിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, കുക്കാമ്പിനെ കുറിച്ച്. ബട്ട് ദെൻ അഗെയിൻ ഇതൊരു വലിയ മോഡേൺ സിറ്റിയായിട്ട് ഫ്ലറിഷ് ചെയ്തില്ല. Stayed as old as it could be. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പഴയ ഹെറിറ്റേജ് ലുക്ക് ആൻഡ് ഫീൽ കിട്ടും. സോ ഇതൊരു ഓൾഡ് വൈൻ സെല്ലറാണ്. വൈൻ സെല്ലേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. പഴയ വൈൻ കടയൊക്കെയാണ്, വൈൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ തിരിച്ചെത്തി ഗൈസ്. നമ്മൾ തിരിച്ച് റോഡിൻ്റെ നടുക്ക് തന്നെ വന്നു. ഹെഡിങ് ടു ദ പാർട്ട് ഓഫ് ദ ടൗൺ ഫ്രം വെയർ
The train is, while we wait for train, we took a takeaway, guys. So that's it, guys. ഇന്നത്തെ പരിപാടി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. കുക്കാം റോഡ് കുഞ്ഞു വില്ലേജിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്, ഗൈസ്. അപ്പോൾ നീ അടുത്തൊരു പരിപാടിയായിട്ട് വരുന്നുണ്ടെന്നേക്കും. ബൈ 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 ബൈ.